ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം ലാവും അങ്ങനെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇല്ലെങ്കിൽ ഒരു സുഖമൊന്നും ഇല്ലല്ലോ, ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങളത് ഒരു റീലൊക്കെ എടുത്ത് ആ റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി എൻ്റെ ചാനലിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബിസ്ക്കറ്റും വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോഴാണ് അവളുടെ വക ഓരോരോ കോപ്പറേറ്റുകൾ. അത് പിന്നെ സ്ഥിരമുള്ളതാണ്, സാധാരണ ഞങ്ങൾ തടുത്തപ്പാറുള്ളത് വയ്യാത്ത കൊച്ചെന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. അങ്ങനെ കഴിക്കാതിട്ട് ഞങ്ങളത് മോമോസും ഫ്രൈഡ് റൈസും ഒക്കെയാണ് വാങ്ങിച്ചത്. അതിൻ്റെ കൂട്ടം മൊജീറ്റോ മേടിച്ചു. മൊജീറ്റോ ആണോ മൊയ്ത്തോ ആണോ എന്നറിയത്തില്ല, എന്തായാലും വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു പോകണം. അപ്പോഴും അവളുടെ തീരാത്ത ഓരോരോ കോപ്രായങ്ങൾ. പിന്നെ 5 വയസ്സേ പ്രായം തോന്നിക്കുള്ളൂ എന്നതുകൊണ്ട് അവൾ വിചാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നാക്സൊക്കെ മേടിക്കാൻ കയറി. ശ്രീദേവി ഇങ്ങനെ കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേവുവിൻ്റെ വക എനിക്ക് ഷേക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നു. പിന്നെ അതേ അശ്വതേജി മിച്ചറൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിശപ്പിൻ്റെ അസുഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു കടലൊക്കെ കയറി ഓരോരോ ഡ്രസ്സൊക്കെ നോക്കിയിട്ടില്ല, അവർ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെന്ന് തോന്നുന്നത്. അങ്ങനെ ശ്രീദേവി ചെരുപ്പൊക്കെ നോക്കി ചെരുപ്പൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിത് റോട്ടിൽ വെറുതെ വായി നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞ് റൂം എത്തിയപ്പോഴാണ് ഒരു ഡ്രസ്സ് പോലും കൊണ്ടുവരാനുള്ള വന്നത്. അങ്ങനെ എൻ്റെ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടേക്കുന്നത്, അതിൻ്റെ ഷോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളതിൽ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ എല്ലാവർക്കും വിഷമമാണ്, ഇനിയിപ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതൊക്കെ പറഞ്ഞിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.